എത്ര ലോഡ് ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളതിന് യാതൊരു കണക്കും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല എന്നുള്ളത് വാസ്തവമാണെന്നുള്ളതാണ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായ മറുപടി ഒരു ഇടത്തു നിന്നും നമുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഏറ്റവും മോശമായ പ്രവർത്തനം നടന്നിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മണൽക്കൊള്ള എന്ന് പറയുന്ന സംഭവം തന്നെയാണ് എലത്തൂർ കോരപ്പുഴ നടന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ബീച്ച് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ബീച്ചുകളിലൊന്നാണ്. ഇതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താതെ ബീച്ചിൻ്റെ പേരും കോരപ്പുഴ അനധികൃതമായി മണലെടുക്കുന്ന ഒരു കേന്ദ്രം എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കരാറുകാരനും അതേപോലെ തന്നെ ഭരണാധികാരികളും ഒക്കെ തന്നെ എല്ലാവർക്കും ഇതിൽ പങ്കിടുന്നതുള്ളതാണ്. വാസ്തവത്തിൽ ഈ ഡ്രഡ്ജിങ് എന്ന് പറയുന്ന സംഭവം ഈ കടലുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന ഒന്നല്ല, പുഴയിലാണ് നടത്തേണ്ടത്. പുഴ എന്ന് പറയുന്നത് ഇവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കരാറ് പ്രകാരം 1600 മീറ്ററാണ് ഈ പുഴ ഡ്രഡ്ജ് ചെയ്തെടുക്കേണ്ടത്. അതിന് പകരം ഇവരെന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് റെയിൽവേ പാലത്തിന് തൊട്ടരികിൽ നിന്നും പടിഞ്ഞാറേക്ക് തുറമുഖം വരെയുള്ള ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡ്രഡ്ജിങ് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ്. അതുതന്നെ ഈ 100 മീറ്റർ 140 മീറ്റർ വിസ്താരത്തിലാണ് ചെയ്യേണ്ടത്. 3.5 മീറ്റർ താഴോട്ട് മാത്രമേ ഡ്രഡ്ജ് ചെയ്ത് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആ നിബന്ധനകളെല്ലാം തന്നെ ലംഘിച്ചു പല വിധത്തിലും ഡ്രഡ്ജ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ കരയും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിലാവുന്ന സ്ഥിതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളും ഇടിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഈ മണലിൻ്റെ ഇങ്ങനെ വരവും പോക്കും ഒരു പ്രതിഭാസമാണ്. ശരിക്കും ഒരു റീസൈക്കിൾ സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. ഒരു സമയത്ത് ഒരു 5-10 വർഷങ്ങളിൽ മണൽ നന്നായിട്ട് ഇവിടെ ഉണ്ടാവും. ഈ മണൽ വിവിധ ഭാഗങ്ങളിലേക്ക് കടൽ വഴിയും പുഴ വഴിയും ഒക്കെ പോവും, തിരിച്ച് ഇവിടെ തന്നെ വരികയും ചെയ്യുന്ന സിസ്റ്റമാണുള്ളത്. ഈ സിസ്റ്റത്തെ മാറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരഭാഗം ഇവർ ഈ ഡ്രഡ്ജിങ്ങിൻ്റെ പേര് പറയുകയും ചെയ്തുകൊണ്ട് കുഴിച്ചു മാറ്റി, എന്നിട്ട് ഈ ചെളിയും വേസ്റ്റും ഇവിടെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നല്ല മണൽ രാവും പകലുമില്ലാതെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതാണ്. എത്ര ലോഡ് ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളതിന് യാതൊരു കണക്കും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല എന്നുള്ളത് വാസ്തവമാണെന്നുള്ളതാണ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായ മറുപടി ഒരു ഇടത്തു നിന്നും നമുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഏറ്റവും മോശമായ പ്രവർത്തനം നടന്നിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മണൽക്കൊള്ള എന്ന് പറയുന്ന സംഭവം തന്നെയാണ് എലത്തൂർ കോരപ്പുഴ നടന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കളക്ടറുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഈ ഡ്രഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് ബോഡിയാണ് സംസാരിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ പരാതികളാണ് ഞങ്ങളിവിടെ എന്താ ഇതിൻ്റെ പ്രയാസങ്ങളെ കുറിച്ചിട്ട് ആദ്യകാലത്ത് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലായിരുന്നു. വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നിരന്തരം ഇങ്ങനെ കൊണ്ടുപോയി ഈ തീരം വല്ലാത്ത രീതിയിലേക്ക് ശോഷിക്കുന്നതായി കണ്ടെത്തിയതുകൊണ്ടാണ്. മാത്രമല്ല ഇവിടെയുള്ളൊരു പുഴയുണ്ട്, എത്രയോ സ്ഥലങ്ങളിലൂടെ കൈവഴികളിലൂടെ തോടുകളിലൂടെ വെള്ളം വന്ന് ഒഴുകിപ്പോകുന്നൊരു പുഴയാണ്. ആ പുഴ നികത്തിയിട്ട് വലിയ വാഹനങ്ങൾ ലോറികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ശ്രമം നടത്തി. ഒരു രാത്രി ഒരു 11 മണിക്ക് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പുഴ നികത്താനുള്ള ശ്രമം നടത്തി. എളുപ്പം സാധിക്കുന്നതാണ്. 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഈ ഡ്രഡ്ജിങ്ങിൽ നിന്നും വരുന്ന ഈ ചളിയും പൂഴിയും അടിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം നികന്നു പോകും. മാത്രമല്ല കര കുഴിക്കുകയും ചെയ്തും കൊണ്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പുഴ നികത്തുന്ന പ്രക്രിയയിലേക്ക് ഇവർ മാറിയെന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്ന ഞങ്ങൾ 4-5 ചെറുപ്പക്കാരും ഈ പറഞ്ഞതുപോലെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ വരികയും ചെയ്തുകൊണ്ട് ഇത് തടഞ്ഞു. രാത്രി അത് ഒരു 12 മണി 2 മണി വരെ ഈ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ രാത്രിയിൽ ഉറക്കൊഴിച്ചിരുന്നുള്ളതാണ്. അങ്ങനെ അത് തടയാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് ഇത് ഭീകരമായ ഒരു പ്രശ്നമാണെന്നും ഇത് വല്ലാത്ത രീതിയിലേക്ക് പോകും എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് ഇടപെടൽ നടത്തിയത്. അങ്ങനെയാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും ഈ പറയുന്നത് പോലെ നല്ല കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഈ തെക്ക് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ. അവരെ ഇടപെട്ടു. അവർ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആളുകളും കൂടി ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നേരത്തെ ഈ ആ അതിരുകളിലുള്ള കണ്ണങ്കടവ് എന്ന് പറയുന്നൊരു പ്രദേശമാണ്. അവിടെയുണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിനോട് അനുഭവമുള്ള ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൃത്യമായി ബോധമുള്ള ചെറുപ്പക്കാരും ആളുകളും ഉണ്ടായിരുന്നു. വാർഡ് മെമ്പർ വരെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരികയും ചെയ്തുകൊണ്ട് ഞങ്ങളെ സമീപിച്ചപ്പോൾ ഇതൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറുക ചെയ്തത്. അങ്ങനെയാണ് എലത്തൂർ കണ്ണങ്കടവ് തീരദേശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു ഗംഭീരമായൊരു പ്രസ്ഥാനം ഉണ്ടായത്. ഈ പ്രസ്ഥാനം ഞങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും ഇവർ പറയുന്നത് പോലെ തന്നെ ഇവരുടെ ഉള്ളിലൊക്കെ ഉള്ള ഒരു ആത്മവീര്യം ഉണ്ടല്ലോ, അതിവിടെ പ്രകടമാവും. ഒരു ധൈര്യം മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല.